വഖഫ് ബില്ല് നമ്മുടെ രാജ്യത്ത് പാസ്സായി കഴിഞ്ഞ ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ആകെ തന്നെ ശോകമുഖമാണ്. പ്രതിപക്ഷത്തെ ഓരോ നേതാക്കന്മാരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടിക്കിടക്കുന്നത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ കാണാനായി സാധിക്കുമല്ലോ. ഇനി എന്താണ് പ്രതിപക്ഷത്തിന്റെ മുമ്പിലുള്ള ഒരു പോംവഴി എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇനി പ്രതിപക്ഷത്തിന് ചെയ്യാൻ സാധിക്കുന്നത്. അത് എഫക്റ്റീവ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമെന്ന് പ്രധാനമായും നമ്മൾ ആലോചിക്കണം. 2 ദിവസത്തിൽ രാത്രി വൈകുവോളം 12 മണിക്കൂറിലകം തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷം വഖഫ് ഭേദഗതിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ മുഖം ശോകമുഖമായിരുന്നു. എന്നിരുന്നാലും അത് തടയാനുള്ള ശ്രമങ്ങൾ എപ്പോൾ ആരംഭിക്കാം, എങ്ങനെ ആരംഭിക്കാൻ എന്ന് ആലോചിച്ച് തലമുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം. എന്തവർക്ക് ചെയ്യാൻ പറ്റും? എല്ലാ മുസ്ലിം സംഘടനകളും ഉൾപ്പെടെ പ്രതിപക്ഷം ഇതിനെ നിരന്തരം എതിർക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്കിപ്പോൾ 3 പ്രധാന ഓപ്ഷനുകൾ അവശേഷിക്കുന്നുണ്ട്. 1 കോടതിയുടെ സഹായമാണ്. 2 തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുക എന്നുള്ളതാണ്. 3 രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കോടതിയുടെ നിയമസഹായം തേടുക, 2ാമത് തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുക, 3ാമത് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്: കോടതിയെ വെല്ലുവിളിച്ച് ഈ ബില്ല് നിർത്തലാക്കാൻ കഴിയുമോ, അതോ തെരുവുകളിൽ പ്രതിഷേധിച്ച് സർക്കാരിനെ നിർബന്ധിച്ച് വഴങ്ങാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് പുറമെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഇനി കോടതിയിൽ പോയാൽ ഇവർക്ക് എന്ത് സംഭവിക്കും? തെരുവുകളിൽ പ്രക്ഷോഭം നടത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഇവരുടെ നെഞ്ചിൽ തുള വീഴുമെന്ന് കൃത്യമായി ഇവർക്കറിയാം. അതുകൊണ്ട് അതിനവർ മുതിരില്ല. അങ്ങനെ മുതിരാൻ ശ്രമിച്ച ഒരാളെ ഇന്ന് ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിസാം എന്ന് പറഞ്ഞ ഒരാളെ ഖുറാൻ കത്തിച്ച് അത് ഹിന്ദുക്കളുടെ മേലിട്ട് കലാപം ഉണ്ടാക്കാനാണ് ഇയാൾ വഖഫ് ബില്ലിന്റെ മറവിൽ ശ്രമിച്ചത്. അയാളെ CCTV വഴി ഇന്ന് ഉത്തർപ്രദേശ് പോലീസ് പൊക്കിയിട്ടുണ്ട്. എന്തായാലും വാസ്തവത്തിൽ കോടതി, പ്രക്ഷോഭം, ആഭ്യന്തര സമ്മർദ്ദം, ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്ന 3 അമ്പുകൾ രാജ്യത്ത് പാർലമെന്റ് ഇതിനകം പാസാക്കിയ വഖഫ് ബില്ല് തടയുന്നതിനുള്ള പാതയിലേക്ക് പ്രതിപക്ഷ പാർട്ടികളെയും മുസ്ലിം സംഘടനകളെയും തള്ളിവിടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കോൺഗ്രസും അസസുദ്ദീൻ ഒവൈസിയും ചേർന്നാണ് ആരംഭിച്ചത്. എന്തായാലും ബീഹാറിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് MP കിഷൻഗഞ്ച് മുഹമ്മദ് ജാവേദും AIMIM മേധാവി അസസുദ്ദീൻ ഒവൈസിയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് ആശ്വാസം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. രാഷ്ട്രപതി ഒപ്പിട്ടാൽ നിയമമായി ഇത് മാറും. അങ്ങനെ നിയമമായി മാറുന്ന ബില്ല് കോടതികളുടെ സഹായത്തോടെ തടയാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ രാമക്ഷേത്രം മുതൽ ജമ്മു കശ്മീരിലെ ആർട്ടിക്കിൾ 370 സ്വാതന്ത്ര്യം വരെയും CAA-ക്കെതിരെയും പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഓരോ തവണയും പ്രതിപക്ഷത്തിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ പോകാനുള്ള കാരണം ഒരു പോരാട്ടം നടന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഞങ്ങൾ ഇതാ സുപ്രീം കോടതിയിൽ പോയി, മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബില്ല് തടയാനായി. പക്ഷേ സുപ്രീം കോടതി അനുവദിച്ചില്ല. സുപ്രീം കോടതി അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവർക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. അത് മാത്രമേ സുപ്രീം കോടതിയിൽ പോയാൽ നടക്കുകയുള്ളൂ. ലുധിയാനയിൽ ഒരു കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടന്നു. വഖഫ് ബില്ലിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിച്ച് 100 കണക്കിന് ആളുകൾ കൊൽക്കത്തയിൽ തെരുവിലിറങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ പ്രകടനത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലെ എല്ലാ നഗരങ്ങളും സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ പോലീസ് അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ എവിടെയും വലിയ പ്രകടനങ്ങളൊന്നും ഇതുവരെ ഇല്ല. അത് യോഗി ആദിത്യനാഥിന്റെ കഴിവാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടതി ലക്ഷ്യത്തിനും പ്രക്ഷോഭത്തിനും അപ്പുറം പ്രതിപക്ഷത്തിന്റെ 3ാമത്തെ തന്ത്രം നിതീഷ് കുമാറിന്റെ മേൽ പാർട്ടിക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പാർട്ടികൾ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ 240 സീറ്റുകൾക്ക് BJPക്ക് സ്വന്തമായി ബിൽ പാസ്സാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പ്രതിപക്ഷം ഇപ്പോൾ ഒരു നറേറ്റീവ് പരത്താൻ ശ്രമിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ചില മുസ്ലിം നേതാക്കൾ JDU വിട്ടുവെന്നോ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെന്നോ നിരവധി പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. 5 JDU നേതാക്കൾ പാർട്ടി വിട്ടു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറയുന്നത്. എന്തായാലും ഈ 3 വഴികളാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ മുമ്പിലുണ്ട്. കഷ്ടമാണ് പ്രതിപക്ഷത്തിന്റെ കാര്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.